എന്താ വിശേഷം? അപ്പ അറിഞ്ഞില്ലേ? ഇന്ന് 1-ാം തീയതി ആയിട്ട് നല്ല ഐശ്വര്യമുള്ള ഒരു കൈനീട്ടം വന്ന് കയറണേ. ആദ്യം നമ്മുടെ ഈ ചർച്ചയിൽ ഉപയോഗിച്ച കുറെ വാക്കുകളുണ്ടല്ലോ. തൊലിക്കട്ടി, ആനക്കലി, ജമാഅത്തെ ഇസ്ലാം. ഹാരിസ് എന്ന് പേര് കേട്ടാൽ നിങ്ങൾക്ക് ജമാഅത്തെ ഇസ്ലാമിന്ന് എങ്ങനെ തോന്നുന്നു? ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി. ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് ഒരു ഭാഗത്തൊരു ഹാരിസ് എന്ന് കയറി കേട്ട ഉടനെ ജമാഅത്തെ ഇസ്ലാമിയാണ് എന്ന് ചാപ്പ കുത്തുന്ന ഒരു സാധനം നിങ്ങൾക്ക് എങ്ങനെ തികട്ടി വന്നു? ഹാഷ്മിയോട് ഞാൻ സത്യസന്ധമായിട്ട് പറയുകയാണ് കേട്ടോ, ഹാരിസ് ഡോക്ടറുടെ ചികിത്സ പോരാ ഹാഷ്മിക്ക്. ഇത്രയൊന്നും ഇളകാൻ പാടില്ല. ഉപദേശം കൊള്ളാൻ വർമ്മ സാറേ, പക്ഷെ ചെറിയൊരു പ്രശ്നമുണ്ട്. തന്റെ തന്തയല്ല എന്റെ തന്ത. കാര്യം ഉണ്ടായ സാർ, നിങ്ങൾ അടിക്കുന്ന ചാപ്പുകളെ പൊതുവായി പറഞ്ഞതാണ്. സർക്കാരിനെതിരെ പറഞ്ഞാൽ ഉടനെ ജമാഅത്തെ ഇസ്ലാമി, RSS, വികസന വിരുദ്ധ വിദ്രോഹ സഖ്യം എന്നൊക്കെ നിങ്ങൾ അടിക്കുന്ന ചാപ്പകൾ ഓർമ്മിപ്പിച്ചൊന്നേ ഉള്ളൂ. ജമാഅത്തെ ഇസ്ലാമി തന്നെ എത്രത്തോളം വിദ്രോഹപരമായി ഇവിടെ പ്രവർത്തിക്കുന്നു. ജമാഅത്തെ ഇസ്ലാമി ഈ കേരള സമൂഹത്തിനകത്ത് എന്തെല്ലാം അപകടം വരുത്തിക്കൊണ്ടിരിക്കുന്നു. അവർ നുണ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സാർ, നമ്മുടെ വിഷയം അതല്ല. നിങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയോട് പറഞ്ഞാൽ ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് ചർച്ച. നിങ്ങൾ RSSനെതിരായിട്ട് ഞങ്ങൾ നടത്തുന്ന യുദ്ധം ചാപ്പ കുത്തലാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ RSSകാരന്റെ കൂലിപ്പണി നടത്തുകയാണ്. RSSന്റെ കൂലിപ്പണി നടത്താൻ വന്നാൽ ആ പണിക്ക് നിന്നു കൊടുക്കാൻ കാശ്മീർ വിടില്ല എന്ന് മാത്രമല്ല, ഞങ്ങൾ ഇരിക്കുമ്പോ അത്തരം ഒരു ചാപ്പ കുത്തൽ ഇങ്ങോട്ട് വേണ്ട. എന്തിനാണോ ഇവരൊക്കെ അകത്തോട്ട് പറഞ്ഞു വിടുന്നത്? അവിടുന്ന് എന്തെങ്കിലും കൊടുത്ത് പറഞ്ഞു വിട്ടുകൂടെ? കാശ്മീരോട് പറയാൻ ആദ്യം ആഗ്രഹിക്കുന്ന കാര്യം, ചാപ്പകുത്തൽ നിങ്ങളുടെ പണിയാണ് സാറേ, ഈ ചികിത്സ നമ്മുടെ പണിയല്ലല്ലോ. ചാപ്പകുത്തൽ അധികാരത്തിന്റെ ഭാഷയാണ്. നിങ്ങളുടെ മാത്രം ഞാൻ പറയുന്നില്ല, അധികാരത്തിന്റെ ഭാഷയാണ്. RSSനെതിരായിട്ടുള്ള ഞങ്ങളുടെ യുദ്ധം ചാപ്പകുത്തല. സാർ, അങ്ങ് എന്തൊക്കെയാ പറയുന്നത്? RSS ഈ രാജ്യത്ത് മതരാജ്യം ഉണ്ടാക്കുന്ന ചാപ്പകുത്തല. അങ്ങ് എന്തൊക്കെയാ താങ്കൾ തുടക്കത്തിൽ പറഞ്ഞ വാക്കുകൾ? തൊലിക്കട്ടി എന്ന് പറയുന്നത് അൺപാർലമെന്ററി വാക്കല്ല ആണോ? കഴിപ്പണം കെട്ടവന്മാരെ കൊണ്ട് ഒരിക്കെ പുറതെയില്ല. തൊലിക്കട്ടി അൺപാർലമെന്ററി വാക്കാണോ? ആനപ്പക അൺപാർലമെന്ററി വാക്കാണോ? ജമാഅത്തെ ഇസ്ലാമി അൺപാർലമെന്ററി വാക്കാണോ? അൺപാർലമെന്ററി വാക്കാണെങ്കിൽ ജമാഅത്തെ ഇസ്ലാമി പോയാൽ ഞങ്ങൾ വാങ്ങിയ വോട്ട് തെറ്റാണെന്ന് സമ്മതിക്കുക. ജമാഅത്തെ ഇസ്ലാമിയുടെ ഞങ്ങൾ ഒരു വോട്ടും വാങ്ങിച്ചിട്ടില്ല. തെളിവ് വേണോ? തെളിവ് വേണോ? നിങ്ങൾ ദേശാഭിമാനി മുഖപത്രത്തിൽ അതിനെ പ്രകീർത്തിച്ച് ശ്ലാഘിച്ചെഴുതിയ മുഖപ്രസംഗം കാണിച്ചു. ഇത് നമ്മളും അത് തന്നെയാണ് ആലോചിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചിരുന്നോളൂ. മുഖ്യമന്ത്രിയുടെ വാക്കുകൾ, പിണറായി വിജയന്റെ വാക്കുകൾ കാണിച്ചു തരണോ? എന്തിനാ അമീറിനെ ഇപ്പോൾ കണ്ടതിന് രമേശ് ചെന്നിത്തലയ്ക്ക് ഇത്ര ഭീതി എന്തിനാ എന്ന് പറഞ്ഞ് കാണിച്ചു തരണോ? സഭാരേഖകൾ കാണിച്ചു തരണോ? ആര്യാട മുഹമ്മദ് ജമാഅത്തെ ഇസ്ലാമിയെ എന്താണ് തീവ്രവാദം എന്ന് പറഞ്ഞപ്പോഴത്തെ ചെറുത്ത കൊടിയേരിയുടെ സഭാരേഖ കാണിച്ചു തരണോ? ഞാൻ വിടാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളുടെ ഭ്രാന്ത് തീരുന്നവരെ ഞാനത് പറയും. തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ കൂടില്ല. നല്ല പ്രായണ്ടല്ലേ, വല്ല പണിക്ക് പോയിക്കൂടെ. ദേശാഭിമാനിയെ കുറിച്ച് നുണ പറഞ്ഞാൽ ഞാൻ അത് ആദ്യം ചെറുക്കും. നിങ്ങൾ ചാപ്പ കുത്താൻ വന്നാൽ ഞങ്ങൾ ചെറുക്കും. ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ ഔദാര്യത്തിലാണ് CPM കേരളത്തിൽ പ്രവർത്തിക്കുന്നതെന്ന് കാശ്മീർ അല്ല, ഏത് വലിയ തമ്പുരാൻ ചാപ്പ കുത്താൻ വന്നാലും ആ ചാപ്പ കയ്യിലിരിക്കട്ടെ ഞങ്ങൾ കാശ്മീരോടും പറയും, തമ്പുരാക്കന്മാരോടും. ആരുടെയെങ്കിലും ഒക്കെ പുറത്ത് കുതിര കയറാൻ തുടങ്ങുന്ന അസുഖം ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് ഈയിടെ വളരെ കൂടുതൽ. ദേശാഭിമാനി എന്നാ മുഖപ്രസംഗം എഴുതിയത്? നിങ്ങളുടെ കയ്യിരിപ്പുണ്ടോ? അത് എന്താ എഴുതിയെന്നറിയാവും? ജമാഅത്തെ ഇസ്ലാമിയുടെ ഒരു പ്രമേയത്തിൽ പറയുകയാണ് 96 അല്പന ഐശ്വര്യം കിട്ടിയാൽ അർദ്ധരാത്രിക്ക് ഉടപിടിക്കുന്നു കേട്ടിട്ടേ. ഒരു വാക്ക് പിടിച്ചോണ്ട് അങ്ങനെ വിഷയത്തിൽ നിന്ന് വഴി മാറാൻ കഴിയില്ല സാറേ. അനുവദിക്കില്ല. ഒരു വാക്കിൽ പിടിച്ചോണ്ട് നമ്മുടെ ഇല്ല 7:30 കഴിഞ്ഞ് 7:45 അങ്ങ് പറഞ്ഞു തീർക്കുന്ന ഞാൻ വിചാരിക്കുന്നു. അങ്ങ് അതിൽ തന്നെ ജമാഅത്തെ ഇസ്ലാമിൽ കറങ്ങാനാണെങ്കിൽ ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതെന്റെ ഉത്തരവല്ല, അതെന്റെ കുറ്റമല്ല. അഭിപ്രായം ചോദിച്ചാൽ തനിക്ക് തോന്നുന്ന അഭിപ്രായമാണ് പറയുന്നത്. പിന്നെ തനിക്ക് തോന്നിയ അഭിപ്രായം ഞാൻ പറയണം. ചോദ്യത്തിന് മറുപടി ഇല്ലെങ്കിൽ അതെന്റെ കുറ്റമല്ല. അങ്ങ് താങ്കൾ എന്നെ പറയാവുന്ന രീതിയിലുള്ള പള്ളു പറഞ്ഞു, RSSകാരനെന്ന് ചീത്ത വിളിച്ചു, ബാക്കിയെല്ലാം അങ്ങ് പറഞ്ഞു. അങ്ങനെ വിഷയത്തിലേക്ക് വരൂ. ഞാൻ കേട്ടിരുന്നില്ലേ? ദേശാഭിമാനിയെ കുറിച്ച് നിങ്ങൾ നുണ പറഞ്ഞല്ല സാറേ. നമ്മുടെ വിഷയം അതല്ല, അതുകൊണ്ടാണ്. വേറെ ആരെങ്കിലും വന്ന് പറയോ? നമ്മുടെ വിഷയത്തിൽ സകല തെളിവിന്റെ വാക്കുകളുണ്ട്. നുണ പറഞ്ഞ ഞാൻ മറുപടി പറഞ്ഞിട്ട് ബാക്കിയിലേക്ക് വല്ല ഊളംപാറയിലോ കുതിരവട്ടത്തോ കൊണ്ടിടാറ് ഇങ്ങോട്ട് എന്തിനാ കിട്ടിയെടുത്ത്? ദേശാഭിമാനിക്ക് എന്റെ തെളിവ് വെക്കലുണ്ട്, ഞാൻ ഇപ്പൊ ഹാജരാക്കാം. എന്താ ദേശാഭിമാനി എഴുതിയത്? ഒന്ന് വായിക്കാവോ? വായിച്ചു കേട്ടു. അതിന് തലക്കെട്ടൊന്ന് വായിക്കാവോ? അതിന് തലക്കെട്ടൊന്ന് വായിക്കാവോ കയ്യിലുണ്ടെങ്കിൽ? ഏതായാലും കള്ളി വെളിച്ചത്തായി. ഇനി എന്തിനാ സുഖ ഈ ഒളിച്ചു കളി? ഉള്ള കാര്യം തുറന്നു പറഞ്ഞാട്ടെ. ബാബറി മസ്ജിദ് പൊളിച്ചു കഴിഞ്ഞപ്പോ BJPക്കാർ ബാബറി മസ്ജിദ് പൊളിക്കുമ്പോൾ കോട്ടുകുന്ന കോൺഗ്രസ് അവർ തെറ്റിതിരുത്താൻ തയ്യാറാകുന്നില്ല. നാളെയെങ്കിലും തെറ്റിതിരുത്തുമെന്ന് യാതൊരു പ്രതീക്ഷയുമില്ല. അതുകൊണ്ട് കോൺഗ്രസ് അല്ലാത്തൊരു കൂട്ടർക്ക് ഞങ്ങൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നു. എന്താ ചിരിക്കുന്നത്? അല്ല, നിന്റെ തമാശ എനിക്ക് ഇഷ്ടമായി. അത് സ്വാഗതാർഹമാണെന്ന് ദേശാഭിമാനി എഴുതിയിട്ടുണ്ട്. അതേ ഞാൻ പറഞ്ഞുള്ളൂ. അത് ചാപ്പയല്ല. അതേ ഞാൻ പറഞ്ഞുള്ളൂ. ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ ഏതാണ്? ജമാഅത്തെ ഇസ്ലാം നിങ്ങൾക്ക് വോട്ട്, നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. എന്താണ് ശ്രദ്ധേയമായ 2 തീരുമാനങ്ങൾ? എന്തെല്ലാം? ഒന്ന്, ജമാഅത്തെ ഇസ്ലാമി നിങ്ങൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അതിനെ പ്രകീർത്തിച്ച് മുഖപ്രസംഗം ദേശാഭിമാനി അയച്ചു തരാം.
ഞങ്ങളൊരു വോട്ടും വാങ്ങിയിട്ടില്ല. ഞാൻ അയച്ചു തരാം സാറേ. പ്ലീസ് ഒരു പൊതുപ്രവർത്തനം പരസ്യമായി അധിക്ഷേപിക്കരുത്. വി. ഡി. സതീശൻ പറഞ്ഞ പോലെ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറയുന്നത് മതരാഷ്ട്രീയം ഉപേക്ഷിച്ചു എന്ന് ഞങ്ങൾ പറഞ്ഞോ? കോടിയേരി പറഞ്ഞോ? പിണറായി പറഞ്ഞോ? തള്ളി തള്ളി ഇവിടം വരെ കൊണ്ടുവന്നില്ലേ, ഇനി തള്ളല്ലേ താങ്ങൂ. പിണറായിയുടെ സ്റ്റേറ്റ്മെന്റ് ഞാൻ അങ്ങോട്ട് അയച്ചു തരാം. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് കോടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് പറഞ്ഞു തരാം. ഇത് അമീറാണോ തീരുമാനിക്കുന്നതെന്ന് കോടിയേരി പറഞ്ഞ കാര്യം അങ്ങോട്ട് അയച്ചു തരാം. പറ്റിപ്പോ മായമോ ഇല്ലാത്ത നല്ല കീർത്തിയം കക്ഷികളാ. നിങ്ങൾ ഈ ചർച്ചയെ പറഞ്ഞൊരു വലിയ കള്ളമുണ്ട്. ആരുടെ തൊലിക്കെട്ടിയെ കുറിച്ച് ഇവിടെ പ്രസംഗിച്ചത്? കാണ്ടാമൃഗത്തിന് തൊലിക്കെട്ടിയെ പ്രസംഗിച്ചു, കള്ളമൊന്നുമല്ല. ഹാഷ്മി ഇപ്പൊ ഒരു ചർച്ചയിലൂടെ പറഞ്ഞു തൊലിക്കെട്ടി. കാണ്ടാമൃഗത്തിന് തൊലിക്കെട്ടി എവിടെ പറഞ്ഞത്? അത് ആർക്കാ ഉള്ളത്? അയ്യോ ഇത് അസംബ്ലിയേക്കാൾ മോശമായല്ലോ. അത് ആർക്കാ ഉള്ളതെന്ന് ഇപ്പൊ ഈ ചർച്ചയ്ക്ക് ഉദ്ധരിക്കാൻ ആർക്കാ തൊലിക്കെട്ടി? ആരോഗ്യ വകുപ്പിന്. വിശദീകരണ കുറിപ്പിൽ ശസ്ത്രക്രിയ മുടക്കാൻ എന്ന് കള്ളം പറഞ്ഞ ആ കാരണം കാണിക്കൽ നോട്ടീസിന്റെ കാര്യം ഞാൻ പറഞ്ഞേ. അങ്ങനാണെങ്കിൽ തലയ്ക്ക് വെളിവുള്ളവര് വായിക്കണം എന്താ സാധനം എന്ന്. ആരോഗ്യ മേഖലയിൽ തന്നെയുള്ള അന്തസ്സായി പ്രവർത്തിക്കുന്ന നല്ല ഡോക്ടർമാർ 4 പേരാണ് ഈ കാര്യം അന്വേഷിച്ചത്. നിന്നെ സമ്മതിക്കണം, നിന്റെ വായിൽ എങ്ങനെയാടാ ഇത്രയും പെട്ടെന്ന് ഇത്രയും വലിയ നുണകൾ വരുന്നത്? ഇവിടെ സ്വകാര്യ ആശുപത്രിക്കാർ വിളിച്ചാൽ 10 ലക്ഷോ 20 ലക്ഷോ കിട്ടുന്ന ഡോക്ടർമാരാണ് അന്വേഷണം നടത്തിയത്. അന്വേഷണം നടത്തിയത് AKG സെന്ററിൽ നിന്നല്ല. ഒരുപാട് കള്ളങ്ങൾ കൊണ്ട് പുതിയൊരു വിശദീകരണം ഇനി ഇവിടെ വേണ്ട. മന്ത്രിതലത്തിൽ വന്നിട്ടില്ല, ഡിപ്പാർട്ട്മെന്റിലുണ്ട്. മന്ത്രി അതിൽ ഇടപെട്ടിട്ടില്ല, അത് ഡിപ്പാർട്ട്മെന്റിലുണ്ട്. ചുമ്മാ ഇരിയടേ. അത് ഏത് തലത്തിൽ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് 1960-ൽ ഈ ഹാരിസ് ഉൾപ്പെടെയുള്ള ഡോക്ടർമാർ സർവീസിൽ കയറും മുമ്പ് നമ്മുടെ രാജ്യത്തൊരു നിയമം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എനിക്കറിയാൻ മേലാത്തോണ്ട് ചോദിക്കുക. ആ നിയമപ്രകാരം IAS-കാരൻ പ്രശാന്തിന് ഭ്രാന്തളകിയാലും വേറൊരു ഉദ്യോഗസ്ഥന് ഭ്രാന്തളകിയാലും ഏതൊരാൾക്ക് ഭ്രാന്തളകിയാലും അത് ചോദിക്കാൻ വേണ്ടി ചുമതലപ്പെട്ടവർ ചോദിച്ചിരിക്കണം എന്ന് പറയുന്ന ഒരു സാധനം അവർ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. 60 ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിഡ്ഢിത്തിരെ പറയുള്ളൂ തെണ്ടി. ഒരു കാര്യം കേട്ടോ, 27/6 ബഹുമാനപ്പെട്ട ഡോക്ടർ പറയുന്നത് സർജറി മുടങ്ങി. പക്ഷെ അതേ യന്ത്രം വെച്ച് അതേ ലിത്തോപ്രോബ് വെച്ച് 28/6 അവിടെ സർജറി നടന്നു. ഇത് തല്ലുകൊള്ളുമ്പോ ശരിയാകുന്ന അവിടെ സർജറി നടന്നോ? നടന്നില്ല. അപ്പൊ സർജറി മുടങ്ങി നടന്നു. ഞാൻ ഡേറ്റ പറയുന്നത്. അതാ ഞാൻ പറയുന്നത്. ഡേറ്റ അങ്ങോട്ട് പറയുന്നത്. സർജറി നടന്നു, പക്ഷേ അത് ഡോക്ടറുടെ സ്വന്തം പ്രോബ്. ഏത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ്. അതിനെന്തിനാണ് ഹാരിസ് ഡോക്ടർ ഉത്തരവാദിത്വം? രാഘവൻ പറഞ്ഞത് വാസ്തവം. അത് ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറുടെ സ്വന്തം പ്രോബ്. 1000 രൂപയ്ക്ക് വാങ്ങാൻ കിട്ടുന്ന പ്രോബ് വേറെയുണ്ട്. അത് ഉപയോഗിക്കരുതെന്ന് ഉത്തരവ് ഞാൻ കേട്ടു. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ശസ്ത്രക്രിയ മുടങ്ങി എന്ന് പറയുന്നത് സത്യമല്ല. നേരത്തെ അറിയായിരുന്നു മൂപ്പര് ഇങ്ങനെ തന്നെ പറയുള്ളൂ. അവിടെയുള്ള ചില ആളുകൾ ഈ ലിത്തോപ്രോബ് എന്ന് പറയുന്ന സാധനം മനഃപൂർവ്വം ഒടിച്ച് സ്വകാര്യ ആശുപത്രികളെ സഹായിക്കുന്നു എന്നൊരാരോപണം വരികയും പത്രവാർത്തയാകുകയും ചെയ്തു. ഏതാ നിന്റെ രാജ്യം? കോഴിക്കോട് കുതിരവട്ടമല്ലല്ലോ. ഏതോ കാലത്താണ് അന്വേഷണം നടത്തിയത് കമ്പനിയുടെ. എന്റെ അനിൽകുമാർ കാര്യം മനസ്സിലാക്കി സംസാരിക്കുക. അത് കമ്പനിയുടെ പിഴവാണെന്ന് കരുതി കമ്പനി അത് പരിഹരിച്ചു. കമ്പനി ശരിയായി കൊടുത്തു. ഇപ്പോഴത് ഡ്യൂട്ടിയിലുണ്ടാ ഈ പറഞ്ഞ ഉപകരണം. 7:00 ചർച്ച തുടങ്ങി 7:50 വരെ ഞങ്ങൾ നിൽക്കുകയാണ്. അനീതിയാണ്. 7:00 ചർച്ച തുടങ്ങി 7:50 വരെ അങ്ങ് ഈ പറയുന്ന സാങ്കേതികതയിൽ പെട്ട ഇഴയുകയാണ്. നമ്മുടെ പ്രശ്നമല്ല. നമ്മുടെ പ്രശ്നം ഒരു കള്ള മോഷണ കേസ് മന്ത്രി പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥനെ, ഈ ഡോക്ടറെ മണ്ടക്കടിച്ച് ഇല്ലാതാക്കാനാണ് തീരുമാനം. അനീതിയാണ്, നീതികേടാണ് സുനിൽകുമാർ. നീ നോക്കിക്കോളാ, ഇനി ഒരു നിമിഷം ഞാൻ ഇവിടെ നിൽക്കത്തില്ല. ഒരു 6 ഇഞ്ച് നീങ്ങി ഒരു ചുവന്ന സ്വിച്ച് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. ഈ സ്വിച്ചിന്റെ കാര്യമാണ്. ചുവന്ന സ്വിച്ച് അമർത്തി. താങ്ക് യു. ഈ ഉപകാരം മറന്നാലും ഞാൻ മരിക്കില്ല. ഇതൊക്കെ എന്ത്. അപ്പോ നാളെ നേരത്തെ തന്നെ ഇങ്ങോട്ട് എത്തണം കേട്ടോ. ശരി.